എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മീൻകറി വെച്ചാലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചൂരമീൻ വെച്ചുള്ള കറിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ തക്കാളി ചേർത്താണ് ഇന്നത്തെ മീൻകറി വയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിപ്പഴവും അതുപോലെ തന്നെ ഒരു ഹാഫ് കൂടെ, വലിയ ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം മതിയായിരിക്കും. ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. എൻ്റെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെറിയ സവാള കുഞ്ഞതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്. പിന്നെ വേണ്ടത് പുളിയാണ്. പുളി ഞാനിവിടെ മീൻ പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഏത് മീനും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചൂരമീനാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം. മൺചട്ടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ മൺചട്ടി ഇല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിൽ, അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ മൺചട്ടി ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. വെളിച്ചെണ്ണയിലാണ് മീൻകറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുഞ്ഞുള്ളി കൂടി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തീ ഉണ്ടല്ലോ, തീ ഒന്ന് ചെറിയ ചൂടിലിട്ടാൽ മതിയേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ ചൂടിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് വഴറ്റി നല്ല സോഫ്റ്റാക്കി വേണം എടുക്കാൻ വേണ്ടി. അത് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരും. അതാണ് നമ്മുടെ തക്കാളിപ്പഴത്തിൻ്റെ ആ പരുവെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ തീ എപ്പോഴും നമ്മൾ സിമ്മിൽ വെക്കാൻ വേണ്ടി ഓർക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകുക. അപ്പം മീൻകറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ചെറിയ തീ വെച്ച് വേണം നമ്മൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് തക്കാളിപ്പഴവും നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇതിപ്പം തക്കാളിപ്പഴമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തുള്ള നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്, അത് നിങ്ങൾ മറന്നു പോകല്ലേ. ഈ സമയത്ത് തന്നെ വേണം കറിവേപ്പില ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റി ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പൊടികളുടെ അളവ് ഇച്ചിരി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയാണ് ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മുളക് പൊടി നിങ്ങളുടെ എരിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കുക. നമ്മൾ പച്ചമുളകും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവായിരിക്കും. അപ്പോൾ എരിവ് കുറഞ്ഞ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ അല്ലേ, അതൊക്കെ ആണെങ്കിൽ ഒരു 3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതല്ല എരി നല്ല കൂടുതലുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1.5 അല്ല 2 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ സെയിം എമൗണ്ട് തന്നെ മല്ലിപ്പൊടി നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് തീയ് സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷെ നമ്മൾ ഈ രീതിയിൽ മീൻകറി വയ്ക്കുമ്പോൾ പൊടി പെട്ടെന്ന് കരിയത്തില്ല. കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളിപ്പഴം ആദ്യമേ ഇട്ട് വഴറ്റിയായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പൊടി കരിഞ്ഞു പോകത്തില്ല. ഡയറക്റ്റ് നമ്മൾ എണ്ണയ്ക്കകത്തോടെ ഇട്ട് ചൂടാക്കുമ്പോഴാണ് പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പം തക്കാളിപ്പഴം ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് വന്നതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത്രയും നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക്, അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കണമെന്നില്ല, സാധാ പച്ചവെള്ളം ആയാലും ചേർത്താൽ മതി. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ചൂടുവെള്ളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ പുളി ഉണ്ടല്ലോ, പുളി ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുളിയും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഉപ്പൂടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാവൂ. ഞാൻ അപ്പം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന്
തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വെള്ളം. ഇതാ ഇനി നമുക്കിനകത്തേക്ക് മീനെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മീനാണ്, അത് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ചൂരമീൻ ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞൊന്നും പോകത്തില്ല. ചൂരമീനിൻ്റെ ദശയ്ക്ക് നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ പൊടിഞ്ഞൊന്നും പോകത്തില്ല. സാധാ മീൻ ഏതെടുത്താലും നിങ്ങൾ അതിട്ട് ഇളക്കാതിരുന്നാൽ മതി, അങ്ങനെയെങ്കിൽ മീനിൻ്റെ ആ ദശയൊന്നും പൊടിഞ്ഞു പോകത്തില്ല. പിന്നെ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതായിട്ട് തന്നെ കൊഴുത്ത് തന്നെയാണ് നമ്മുടെ ചാറ് വന്നേക്കുന്നത്. കാണാം, നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ തക്കാളിപ്പഴവും ചേർത്തുകൊണ്ട് തന്നെ ചാറ് നല്ല രുചിയുള്ള ചാറും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ചാറുമാണ് നമുക്ക് ഈ രീതിയിൽ മീൻകറി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചൂരമീൻ കറി തന്നെയാണെന്നല്ല, ഏത് മീൻകറി വേണമെങ്കിലും ഈ രീതി നിങ്ങൾ വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഈ സമയത്ത് നിങ്ങളുടെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തതെന്ന്. നിങ്ങളപ്പോൾ ഇതളുകളാക്കി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വയ്ക്കുക. എന്നാൽ മാത്രമേ ആ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ കറിക്ക് കിട്ടത്തുള്ളൂ. ഈ സമയത്ത് നമുക്ക് തീയെ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻകറി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കൂട്ടരുത്, കുറച്ച് നേരം ഒന്ന് വെക്കുക. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് രാവിലെയൊക്കെ വെച്ചതിന് ശേഷം വൈകിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മീൻകറി ഉപയോഗിക്കാവോ. അതല്ല വൈകുന്നേരം ഒക്കെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മീൻകറിക്ക്. പ്രത്യേകിച്ച് മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ കേടാവത്തൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവറും രുചിയും എല്ലാം കിട്ടും നമ്മുടെ ഈ മീൻകറിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.